വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ആദ്യ ക്യാബിനറ്റ് ചേർന്നാൽ ഉടൻ വരും. കേന്ദ്രം കൂട്ടിയ പെട്രോൾ വില വർധനവിൽ നിങ്ങൾക്കൊരാശ്വാസം. കേന്ദ്രം പെട്രോൾ വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സതീശൻ ഈ സർക്കാരിന് കൊടുത്തിരുന്ന ഉപദേശങ്ങളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ചില പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ വിദഗ്ധനെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിരുന്ന വ്യക്തി ഇന്നലകളിൽ പെട്രോൾ വില ഹൈക്ക് കേന്ദ്രം വരുത്തിയിരുന്ന സന്ദർഭങ്ങളിൽ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്നതെന്ന് സതീശൻ പറഞ്ഞത് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ ഒന്ന് കേട്ടെ. ഇത്തരത്തിൽ അധികമായി കിട്ടുന്ന വരുമാനം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാണ്. കേന്ദ്ര ഗവൺമെന്റ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് വില വർദ്ധിപ്പിച്ചത് എന്നാണ് പറയുന്നതെങ്കിലും 300%-ലധികം നികുതി വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് ഇത്രമാത്രം വലിയ വില ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും വില ഉണ്ടായിരിക്കുന്നത്. $114 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വിലയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പെട്രോളിന്റെ വില 71 രൂപയും ഡീസലിന്റെ വില 62 രൂപയുമായിരുന്നു ഇന്ത്യയിൽ. ഇന്നത് 100 രൂപയ്ക്ക് മീതെയായി നിൽക്കുകയാണ്. അപ്പൊ വില കൂട്ടിയത് നികുതി വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന വാദം, ധനകാര്യമന്ത്രി പറയുന്നത് സംസ്ഥാന സർക്കാർ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണ്. ഓരോ പ്രാവശ്യവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ ഉണ്ടായ അധിക വരുമാനം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഇക്കാലത്ത് മാതൃക കാണിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് നികുതി വർദ്ധിപ്പിച്ചപ്പോൾ അതിൽ അധികമായി സംസ്ഥാന സർക്കാരിന് ഉണ്ടായ വരുമാനം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അന്നത് 612 കോടി രൂപ. ഇതിന്റെ പേരിൽ അന്ന് നിയമസഭയിലേക്ക് ഒരു സൈക്കിൾ ചവിട്ടി വരക്കം കൂടി നടത്തിയിരുന്നു. അതും നിങ്ങൾ ഓർക്കണം. സംസ്ഥാനത്ത് ഇന്ധന നികുതി കുറയ്ക്കാത്തതിൽ നിയമസഭയിലേക്ക് സൈക്കിൾ ചവിട്ടി പ്രതിപക്ഷ എംഎൽഎമാരുടെ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേതൃത്വം നൽകി. നോബഡി. നികുതി കുറയ്ക്കില്ലെന്ന സർക്കാരിന്റെ പിടിവാശിക്കെതിരെയാണ് സമരമെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമായിട്ടും ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറയ്ക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ സമരത്തിന്